ഹലോ സുഹൃത്തുക്കളെ, മറ്റൊരു സഹകാരി റേസ് പ്ലസിൻ്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് PYQ സീരീസ് കാറ്റഗറി നമ്പർ 213/2024, അതായത് LGS ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്തിനാണിത് ഈ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തരുന്നതെന്ന് വെച്ചാൽ LGS ലെവൽ അല്ലെങ്കിൽ 10th ലെവൽ പഠിക്കുന്ന ഒരാൾക്ക് ഇവിടെ നിന്നൊക്കെ എക്സാം അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ PYQ സീരീസ് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ 80 ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കും. 80 ക്വസ്റ്റ്യൻ മിനിമം നിങ്ങൾ പഠിച്ചിരിക്കും. കൂടാതെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ടൈപ്പ് അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നതെന്നും ആ ടോപ്പിക് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കാണാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതെന്നാണ്. ഓക്കെ, അതിന് 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതെന്ന് നൽകിയിരിക്കുന്നു. ഏതാണെന്ന് തിരിച്ചറിയണം. ഓക്കെ, നോക്കിയിടാം. ഇവിടെ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനമുള്ള പദ്ധതി ഏതാണ്? കൂടാതെ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ് പറയുന്നത്? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, പിന്നെ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി ഏതാണ്? അന്നപൂർണയുണ്ട്, അന്ത്യോദയ അന്യോജനയുണ്ട്, സ്വർണ്ണ ജയന്തി റോസ്ഗാർ യോജനയുണ്ട്, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ്. പിന്നെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. ഓക്കെ, ഈ 2 സ്റ്റേറ്റ്മെൻറ്റും കണക്റ്റ് ആവുന്ന പദ്ധതി ഏതാണ്? ഇതിൽ ഓപ്ഷൻ സി ആയിട്ടുള്ള സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആര് എന്നാണ് ചോദ്യം. 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? ഇവിടെ APJ അബ്ദുൽ കലാം ആണ്. ഓക്കെ, നിലവിലെ ദ്രൗപദി മുർമു എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 15 ഓക്കെ, അപ്പം APJ അബ്ദുൽ കലാം എത്രാമത്തെയാണ്? 11ാമത്തെയാണ്. അപ്പോൾ രാഷ്ട്രപതി എന്ന ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓരോ രാഷ്ട്രപതി, ആ രാഷ്ട്രപതിമാരെ സ്പെസിഫിക്കേഷൻ, അതായത് പ്രത്യേകതകൾ കാണുമല്ലോ, അതും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അതായിരിക്കണം. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും കാണുമ്പോൾ ഇന്ന ടോപ്പിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ കേരള കായിക ദിനം എന്നാണ് ചോദ്യം. എന്താണ് കേരള കായിക ദിനം എന്നാണ് ചോദ്യം. എൻ്റെ ആൻസർ എന്താണ്? ഒക്ടോബർ 13 കേരള കായിക ദിനം ഒക്ടോബർ 13 എങ്കിൽ ദേശീയ കായിക ദിനം എന്നാണ്? ഓഗസ്റ്റ് 29 ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. ഓക്കെ, ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത് നോക്കൂ. എടാ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് വെച്ചാൽ AK ഗോപാലനാണ്. AKG ആണ് വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കിയടാ. വരയുടെ പരമശിവൻ എന്ന് VKN ആരാണ്? VKN ആരാണ്? വടക്കേ കുട്ടാല നാരായണൻ കുട്ടി നായർ. ഓക്കെ, പുള്ളിയാണെന്ത് വിശേഷിപ്പിച്ചത് ആരെന്നാണ്? അതായത് വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? അത് KM വാസുദേവൻ നമ്പൂതിരിയാണ്. ആരാണ്? KM വാസുദേവൻ നമ്പൂതിരി. ഓക്കെ, അപ്പോൾ വരയുടെ പരമശിവൻ ആരാണ്? KM വാസുദേവൻ നമ്പൂതിരി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് VKN ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്? ഏത് വർഷമാണ്? 1996 മുതലാണ് ജൂൺ 19 വായനാ ദിനമായിട്ട് കേരള സർക്കാർ ആചരിച്ചു തുടങ്ങുന്നത്. 1996 മുതൽ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പോൾ അയ്യങ്കാളിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. വർഷം 1907. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യണം? ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിലേറ്റഡ് ഫാക്റ്റും പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്, ഇതൊരു CA ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നോക്കാം. ഏതാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? എറണാകുളത്താണ്. അപ്പോൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് എറണാകുളത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വീര കേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെ എന്ന് ചോദിച്ചാൽ ആരാണ്? പഴശ്ശിരാജയാണ്. അപ്പോൾ പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങൾ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് പഠിക്കുക. അവിടെ നിന്നും കിട്ടും മാർക്ക്. അടുത്ത് നോക്കിയാൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് എന്താണ്? അത് റാഡ്ക്ലിഫ് രേഖയാണ്. ഏതാണ്? റാഡ്ക്ലിഫ് രേഖയാണ് ഇന്ത്യ പാകിസ്ഥാൻ. മൻമോഹൻ രേഖ ഇന്ത്യയും ചൈനയുമായിട്ടാണെങ്കിൽ ഡ്യൂറൻ്റ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയാൽ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേര് എന്താണ്?
ഏതാണ്? ഇവിടെ സമതലങ്ങളിൽ നിക്ഷേപിക്കുന്ന പുതിയ എക്കൽ മണ്ണിൻ്റെ പേര് പഠിച്ചോ? ഖാദർ എന്നാണ്. പഴയത് ഫംഗർ ആണെങ്കിൽ പുതിയത് ഖാദർ ആണ്. ഓക്കെ, ഖാദറും ഫംഗറും കൺഫ്യൂഷൻ ആവരുത്. പുതിയ എക്കൽ മണ്ണാണ് ഖാദർ. ഓക്കെ, അടുത്ത് നോക്കിയാൽ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഭക്ഷ്യ കലവറ അറിയപ്പെടുന്നത് ഉത്തരമഹാസമുദ്രമാണെങ്കിൽ ധാതുക്കളുടെ കലവറ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയുടെ ധാതു കലവറ. ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം ഏതാണ്? കണ്ണും പൂട്ടി പറയാൻ പറ്റും, അത് സൂര്യനാണ് ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം. അടുത്ത് നോക്കിയാൽ ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിലാണ്. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയിലാണ്. അടുത്ത ചോദ്യം, എന്താണ് ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം? ഇതൊക്കെ ബേസിക് ഫാക്റ്റാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. കാർഷിക, വ്യവസായ, സേവന മേഖലയിൽ നിന്നുമാണ് ദേശീയ വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ദേശീയ വരുമാനം ലഭിക്കുന്നത് അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്നത് എവിടെ നിന്നാണ്? കാർഷിക, വ്യവസായ, സേവന മേഖലകളിൽ നിന്നുമാണ്. അടുത്ത ചോദ്യം നോക്കി, മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? ചോദ്യം, ആൻസർ ഭൂട്ടാനാണ്. എന്താണ് ചോദ്യം? മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാനാണ്. അടുത്ത ചോദ്യം നോക്കിയേ, സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ് എന്നാണ് ചോദ്യം. അറിഞ്ഞൂടാത്തവർ പഠിച്ചു. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. അപ്പോൾ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം പഠിച്ചു. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ഓക്കെ, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. എങ്കിൽ നിങ്ങൾ PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ കൃത്യമായും പഠിച്ചിരിക്കേണ്ട കുറേ പോയിന്റ്സ് ആണ് ഈ കമ്മീഷനും ചെയർമാനും നിലവിലത്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? നമുക്കറിയാം, സി ഓപ്ഷൻ 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കിയേ, മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? കഴിഞ്ഞ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്ത് പറഞ്ഞതാണ്. ഈ 42ാമത്തെ ഭേദഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭേദഗതി എല്ലാം എടുത്തു പറയാൻ 5 ഭേദഗതി നമ്മൾ പഠിക്കാനുള്ളൂ. 10th ലെവലിൽ അല്ലെങ്കിൽ +2 ലെവൽ വരെയും 5 ഭേദഗതിയാണ് പഠിക്കാനുള്ളത്. അത് വൃത്തിയായിട്ട് പഠിക്കുക, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ അതൊന്നുണ്ടാവും. അപ്പം മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42 അല്ലേ? 42. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത അവകാശം ഏതാണ്? സമത്വ അവകാശമാണോ? ആദ്യം നിങ്ങൾ അങ്ങനെ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. സമത്വ അവകാശമല്ല, സ്വത്തവകാശം. ആ പ്രാസം വച്ചും മൈനസ് അടിച്ചവർ ഉണ്ടാവും. അപ്പോൾ സമത്വാവകാശമല്ല, സ്വത്തവകാശമാണ് 44ാം ഭരണഘടനാ ഭേദഗതിയിൽ നിന്നും മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്നും എടുത്തു മാറ്റിയ മൗലികാവകാശം. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗലി വെങ്കയ്യാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയുടെ ദേശീയ നദി ഏത്? 2008 നവംബർ 4 അംഗീകരിക്കപ്പെട്ടു. നവംബർ 4 ഗംഗ നദി ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രൊക്ലമേഷൻ ചെയ്തു. ഓക്കെ ആണല്ലോ? അപ്പം ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24 ജനഗണമനയെ നമ്മുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. ദേശീയ ഗാനം, ദേശീയ ഗീതം, നമ്മുടെ ചിഹ്നം, ദേശീയ പതാക, ദേശീയ കലണ്ടർ, ഇതെല്ലാം അംഗീകരിച്ച ഡേറ്റ്, വർഷം, തീയതി എല്ലാം കറക്റ്റ് പഠിച്ചു വെച്ചിരിക്കുക. ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം എത്രയാണെന്ന് പഠിച്ചോ? 3:2 നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം. 3:2 അടുത്ത ചോദ്യം നോക്കൂ, വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം രചിച്ച ഭാഷ ബംഗാളിയാണ്. വന്ദേ മാതരം എടുത്തിരിക്കുന്നത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ബംഗാളി ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം നോക്കിയേ, ഇന്ത്യയുടെ ദേശീയ ജലജീവിയായ ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം ഏതാണ്? വർഷം പഠിച്ചു. 2009 ഗംഗാ ഡോൾഫിനെ നമ്മുടെ ദേശീയ ജലജീവിയായി അംഗീകരിക്കപ്പെട്ടത് 2009. അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനം നടത്തിയ
വൈസ്രോയ് ആരാണ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് കഴ്സൺ പ്രഭുവാണ്. 1905 കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത് എന്ന് പഠിച്ചു അല്ലേ. അടുത്ത ചോദ്യം നോക്കിയേ, ആരാണ് അതിർത്തി ഗാന്ധി ആരാണ്? നോക്കിയേ, 4 ഓപ്ഷൻ ഉണ്ട്, തിരിഞ്ഞു പോകാതെ പഠിക്കാൻ ശ്രമിക്കുക. ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ തിരിഞ്ഞു പോകരുത്, ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം ഏത്? ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്നത് ബോംബെ ടു താനെ, വർഷം പഠിച്ചു, 1853 ഏപ്രിൽ 16 അല്ലേ. അടുത്ത ചോദ്യം, ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എടാ, നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? ദീനബന്ധുമിത്രയാണ്. ദീനബന്ധുമിത്ര. അടുത്ത ചോദ്യം, പൂർണ്ണ സ്വരാജ് എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം INC സമ്മേളനങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSCക്ക് തോന്നുന്ന ഒരു സമ്മേളനമാണ് 1929 സമ്മേളനം. ഏതൊരു എക്സാം എടുത്ത് നോക്കിയാലും INCയിലെ ഏറ്റവും ഭൂരിഭാഗം ചോദ്യം വന്നിരിക്കുന്നതും 1929 ലാഹോർ സമ്മേളനങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് ഇഴകീറി പരിശോധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതിന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും റെഡിയായി എഴുതാൻ നിൽക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, 1857 വിപ്ലവത്തിൽ നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം ഏത് എന്നാണ് ചോദ്യം. ഏതാണ് നാനാ സാഹിബ് കലാപം ആരംഭിച്ചത്? എവിടെയാണ്? എടാ, ഡൽഹി, മീററ്റ്, കാൺപൂർ, ലക്നൗ. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ലാതെ പറയാൻ പറ്റണം. ഓപ്ഷൻ സി, കാൺപൂരാണ്. നാനാ സാഹിബ് കാൺപൂരിലാണ് സമരം നയിച്ചത്. ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? വെല്ലസ്ലി, വില്യം ബെന്റിക്, ലിട്ടൺ പ്രഭു, ഡൽഹൌസി. ഏതാണ്? ഡൽഹൌസി. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നത്. ഓക്കെ, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ തൊട്ട് താഴെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആര്? ഡൽഹൌസി പ്രഭു. അടുത്ത ചോദ്യം നോക്കൂ, ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരാണ്? നമുക്കറിയാം ആര്? ടിപ്പു സുൽത്താൻ ആണ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ടിപ്പു സുൽത്താൻ ആണ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഏതാണ്? തിരുനെൽവേലിയിലാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ്? ആമുഖമാണല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് ഭരണഘടനയുടെ ആമുഖം എന്താണ്? ഭരണഘടനയുടെ താക്കോലായി പ്രവർത്തിക്കുന്നു അല്ലേ, ആമുഖം. അടുത്ത ചോദ്യം, കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം പഠിച്ചു, 11 നദികളാണ് 100 കിലോമീറ്ററിൽ കൂടുതൽ കേരളത്തിലൂടെ ഒഴുകുന്നത്. അടുത്ത ചോദ്യം, പെരിയാർ കടുവ സംഖ്യ നിലകൊള്ളുന്ന ജില്ല ഇടുക്കി. പഠിച്ചു. അപ്പോൾ വന്യജീവി സങ്കേതങ്ങൾ 6 കൃത്യമായിട്ട് പഠിക്കുക. ഇടുക്കിയാണ്. പെരിയാർ കടുവ വന്യജീവി സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഇടുക്കിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ എത്ര മുനിസിപ്പാലിറ്റികൾ ഉണ്ട് നിലവിൽ? മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 6 എണ്ണമാണ്. എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടുംചോലയാണ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. അപ്പോൾ ദേശീയോദ്യാനം 6 കൃത്യമായിട്ട് പഠിച്ചു, നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, പാമ്പാടുംചോല. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? മാട്ടുപ്പെട്ടിയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? മാട്ടുപ്പെട്ടി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയടാ, കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് ഏത് വർഷമാണ്? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ്? 2018, 17, 19, 16. ഏതാണ്? 2017 ആൻസർ. എന്താണ്? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2017. 2024 നടന്ന പരീക്ഷയാണ്. 2017 ഫാക്ട് വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ഏതെന്ന് ചോദിച്ചാൽ PT ഉഷ, അഞ്ജു ബോബി ജോർജ്, MD വത്സമ്മ, മേഴ്സിക്കുട്ടൻ. 4 പേരുണ്ട്. ഉത്തരം ശരിയായിട്ട് പറയാൻ പറ്റണം. MD വത്സമ്മയാണ് പത്മശ്രീ ലഭിച്ച ആദ്യ മലയാളി കായിക താരം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം, കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി ഇതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം വിദ്യാതീരം. എന്താണ് വിദ്യാതീരം പദ്ധതി എന്ന് മനസ്സിലായി. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസ പഠനത്തിന് സഹായം നൽകുന്ന അല്ലെങ്കിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് വിദ്യാതീരം. കഴിഞ്ഞ ക്ലാസ്സിലെ സ്നേഹസാന്ത്വനം എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ പദ്ധതികളെല്ലാം വിശദമായിട്ട് പഠിച്ചോ. 1 മാർക്ക് എന്തായാലും ഷുവർ ഷോട്ടായിട്ട് ചോദിക്കും പദ്ധതികൾ. ഓക്കെ, അടുത്ത് നോക്കിയടാ, കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആരാണ്? R. ശങ്കറാണ് കേരളത്തിലെ ആദ്യ
ഉപമുഖ്യമന്ത്രി. അപ്പോൾ കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആർ ശങ്കറാണ്. ഓക്കേടാ, കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി ആരാണ്? കെ കൃഷ്ണൻകുട്ടിയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ്. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? ചട്ടമ്പി സ്വാമി, വൈകുണ്ഠസ്വാമി, വാഗ്ഭടാനന്ദൻ, VT ഭട്ടതിരിപ്പാട്. ആരാണ്? പറയാൻ പറ്റണം. വൈകുണ്ഠസ്വാമി 1836 സ്ഥാപിച്ചു. സമത്വ സമാജം രൂപീകരിച്ചത് 1836 വൈകുണ്ഠസ്വാമി. അപ്പോൾ ചട്ടമ്പി സ്വാമി, വൈഫടാനന്ദൻ, VT ഭട്ടതിരിപ്പാട്, വൈകുണ്ഠസ്വാമി, ഇതെല്ലാം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അവരുടെ സംഘടനകൾ, അവർ ചെയ്ത കാര്യങ്ങൾ, അവരെഴുതിയ പുസ്തകങ്ങളെല്ലാം വൃത്തിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. 1 മാർക്ക് ഉറപ്പിക്കാം. അടുത്ത ചോദ്യം നോക്കിയടാ. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി? മാർത്താണ്ഡവർമ്മ, റാണി ഗൗരി ലക്ഷ്മി ഭായി, ആയില്യം തിരുനാൾ, ശ്രീ ചിത്തിര തിരുനാൾ, ബാലരാമവർമ്മ. ഓക്കെ, ഇതിന്റെ ആൻസർ ഏതാണ്? അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി തിരുവിതാംകൂറിലെ അത് റാണി ഗൗരി ലക്ഷ്മി ഭായി ആണ്. ഓരോ രാജാക്കന്മാരും അല്ലെങ്കിൽ ഓരോ ഭരണാധികാരികളും അവർ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. 1 മാർക്ക് നേടാം. അടുത്ത ചോദ്യം നോക്കാം. കല്ലുമാല സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. നമ്മൾ പറഞ്ഞു അയ്യങ്കാളി ഈ പറയുന്ന എല്ലാ സാമൂഹിക പരിഷ്കർത്താക്കളുടെയും ഫാക്റ്റ് കൃത്യമായിട്ട് പഠിക്കുക, മാർക്ക് നേടി മുന്നോട്ട് റാങ്കുകളിൽ വരാം. ഓക്കെ, അടുത്ത് നോക്കിയാൽ ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത് ആരാണ്? ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അടുത്തത് തോൽ വിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? തോൽ വിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. തോൽ വിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? കുണ്ടറ വിളംബരം നടന്നത് 1809 കുണ്ടറ വിളംബരം 1809 എന്ന് പഠിച്ചു. അടുത്ത ചോദ്യം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂരാണ്. അടുത്ത ചോദ്യം എന്താണ്? ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? അത് ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ് അല്ലേ. അടുത്ത ചോദ്യം നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അല്ലെങ്കിൽ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലിയാണ്. അല്ലെങ്കിൽ ചോദിക്കാം, അരുണ ആസിഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് 2 പോയിന്റ് കിട്ടി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, കേരള ഗാന്ധി, നേരത്തെ അതിർത്തി ഗാന്ധി പറഞ്ഞു, ഇപ്പോൾ കേരള ഗാന്ധി K കേളപ്പനാണ്. ബേസിക് ഫാക്ട് ക്ലിയർ ആണ്. അടുത്ത് നോക്കിയടാ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ആകെ പല്ലുകളുടെ എണ്ണം എത്രയാ? 32 എല്ലാവർക്കും അറിയാം. അടുത്ത ചോദ്യം, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ഓപ്ഷൻ ഡി, വൈറ്റമിൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ്? സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്ന വൈറ്റമിൻ ഡി ആണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, COVID-19 രോഗത്തിന് കാരണമായ സൂക്ഷ്മാണു ജീവി ഏതാണ് എന്നാണ് ചോദ്യം. ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പ്രോട്ടോസോവ. നമുക്കറിയാം ഒരു വൈറസ് രോഗമാണ് COVID-19. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ജലവും ലവണവുമാണെങ്കിൽ, വൻകുടലാണെങ്കിൽ പോഷക ഘടകങ്ങളെ ആഗിരണം ചെയ്തത് ചെറുകുടലിൽ വെച്ചാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി എന്താണ്? മാരക രോഗം കാരണം 18 വയസ്സിൽ താഴെ കുട്ടികൾക്കുണ്ടാകുന്ന ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? താലോലം എന്നാണ്. എന്താണ്? താലോലം എന്നാണ്. താലോലം. അപ്പൊ താലോലം പദ്ധതി എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കാം. അടുത്ത ചോദ്യം, സങ്കര ഇനം തക്കാളി ഏതാണ്? ചോദ്യം തക്കാളി എന്നാണ്. അപ്പൊ എല്ലാ ഭക്ഷ്യവിളകളുടെയും സങ്കര ഇനങ്ങൾ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. 1 മാർക്ക് നേടാം. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ, അക്ഷയ. തക്കാളി ഏതെന്ന് ചോദിച്ചാൽ അക്ഷയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അക്ഷയ. ഈ ഉജ്ജ്വലയും ജ്വാലാമുഖി അനുഗ്രഹയൊക്കെ എന്താണ്? മുളകാണ്. ഇത് 3 എന്താണ്? മുളകാണ്. മുളക്. അടുത്ത ചോദ്യം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണൂത്തി, കോഴിക്കോട്, കാസർഗോഡ്, തിരുവനന്തപുരം. ഇതിന്റെ ആൻസർ ഏതാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. അടുത്ത് നോക്കിയടാ. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളുടെ അവയുടെ ചുറ്റുപാടുകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി, സൈറ്റോളജി, ബയോളജി, സുവോളജി. ഇതേപോലുള്ള പഠനങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇക്കോളജി എന്താണെന്ന് പഠിച്ചു. ജീവജാലങ്ങൾ തമ്മിലും അവയുടെ പരിസരവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പഠനമാണ് എക്കോളജി. റെഡ് ഡേറ്റ ബുക്ക്. നമുക്കറിയാം റെഡ് ഡേറ്റ ബുക്ക് എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ അല്ലെങ്കിൽ ജീവികളെയും സസ്യങ്ങളെയും ഉൾപ്പെടുത്തുന്ന ലിസ്റ്റാണ് റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി. റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ്? വംശനാശ ഭീഷണി നേരിടുന്നവരാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ആറ്റത്തിലെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് ആരാണ്? റൂദർഫോർഡ്. ക്വസ്റ്റ്യൻ എന്താണ്? ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. അടുത്ത ചോദ്യം, കലാമിൻ ഏത് ലോകത്തിന്റെ
അയിരാണ് എന്ന് ചോദിച്ചാൽ സിങ്ക് ആണ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക് ആണ്. അടുത്ത ചോദ്യം, പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത്? ഏത് ഗ്രൂപ്പിലാണ്? 18ാമത്തെ ഗ്രൂപ്പിലാണ് അലസവാതകങ്ങൾ കാണപ്പെടുന്നത്. അലസവാതകങ്ങൾ കാണപ്പെടുന്നത് 18 അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ അറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം കണ്ടെത്തുക. അറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം ഏതാണ്? ഹീലിയമാണ്. എന്താണ്? ഹീലിയമാണ്. അടുത്ത ചോദ്യം നോക്കിയേ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം ഏതാണ്? ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം ഏതാണ്? ഹീലിയമാണ്. ഹീലിയമാണ് ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമായിട്ടുള്ള വാതകം. ഓക്കെ, അടുത്ത ചോദ്യം, LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ, പ്രൊപ്പൈൻ, മീഥൈൻ, പെൻറ്റൈൻ ഏതാണ്? അത് ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ ആണ്. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈൻ ആണ്. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നമുക്കറിയാം, ഏത്? ഡെസിബിൾ ആണ് അല്ലേ. ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണല്ലേ. അടുത്ത ചോദ്യം, സിമ്പിൾ ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അടുത്ത ചോദ്യം, ഒരു സദിശ അളവിന് ഉദാഹരണം ഏതാണ്? സദിശ അളവിന് ഉദാഹരണം നമുക്ക് പറയാൻ പറ്റണം ത്വരണം. ബാക്കിയെല്ലാം എന്താണ്? സദിശ അളവാണ് അല്ലേ. അവിടെ കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമായ താപ പ്രക്രിയ സംവഹനമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംവഹനം, ചാലനം, വികിരണം, പ്രകീർണം എന്താണെന്നൊക്കെ പറഞ്ഞതാണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ഭാഗമായിട്ട് തന്നെ ഇതെല്ലാം പറഞ്ഞു. അടുത്ത് നോക്കിയാൽ ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരവും ആ ദർപ്പണത്തിന്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധം ഏതാണ്? F=R/2 ആണ്. ഓക്കെ, അപ്പോൾ ഫോക്കസ് ദൂരം തന്നിട്ട് വക്രത ആരം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും വക്രത ആരം തന്നിട്ട് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനും പറഞ്ഞു തന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് F=R/2 എന്നുള്ള ഇക്വേഷൻ. നമ്മൾ ഇന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ആൻസർ പറഞ്ഞു പോവുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ 80 ക്വസ്റ്റ്യൻ പഠിച്ചു. കൂടാതെ ഈ ക്വസ്റ്റ്യൻ വന്ന വഴിയും നിങ്ങൾ എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, റിലേറ്റഡ് ഫാക്റ്റ് വൃത്തിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും അത് പ്രയോജനപ്പെടും. ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവും ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാര്യം ഇത് കണ്ടതുകൊണ്ട് മാത്രം പോരാ, ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ബാക്കിയുള്ള ക്ലാസ്സും കാണണം, റിലേറ്റഡ് ഫാക്ട്സ് കാണാതെ പഠിക്കാനും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.